ഫുഡ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 2 നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു ആർട്ടിക്കിളാണ്. നിഖിലേഷ് ശർമ്മ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. ഡെക്കാൻ ഹെറാൾഡിൽ നിഖിലേഷ് ശർമ്മ എഴുതിയതാണ്. ആൻഡ് നിങ്ങളുടെ സിലബസിനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ. അതായത് ടാക്ലിംഗ് ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ ദി ഇന്ത്യൻ culinary ഇൻഡസ്ട്രി. അതായത് ടാക്ലിംഗ് എന്ന് വെച്ചാൽ സോൾവിങ് എന്നൊക്കെയുള്ളൊരു മീനിങ്ങിൽ, ജെൻഡർ ഡിസ്പാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ culinary ഇൻഡസ്ട്രി, അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ സ്ത്രീകളാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓട്ടോമാറ്റിക്കലി ആരെ ഇമേജ് ആയിരിക്കും വരുന്നത്? സ്ത്രീകളുടെ ഇമേജാണ് വരുന്നത്. സോ ആ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി ആ ഒരു ജെൻഡർ ഡിസ്പാരിറ്റിയെ കുറിച്ച്, അതായത് സ്ത്രീകളും പുരുഷന്മാരും ആ ഒരു കൈൻഡ് ഓഫ് ഡിഫറൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഇന്ത്യൻ ഫുഡ് ഇൻഡസ്ട്രിക്കകത്ത് അത് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, ഗേൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുക്കിംഗ് ക്ലാസ്സസിൽ ഗേൾസ് ആയിരിക്കും മെജോറിറ്റി സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, പക്ഷേ എന്നാലും അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ജോലിയിലെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ഈ വലിയ വലിയ ഹോട്ടൽസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ഫുഡ് ഇൻഡസ്ട്രിയിലെ കാര്യത്തിലും അവർക്ക് ജോലി കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ വലുതായിട്ട് കിട്ടുന്നില്ല. അപ്പം വിമൻ എന്താണ്, ഇവർക്ക് നമ്മളിപ്പോൾ സ്ത്രീകളെന്ന് പറയുന്നത് ഈ റെക്കഗ്നീഷന് വേണ്ടിയും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് വർക്ക് പ്ലേസസിന് എല്ലാത്തിനും വേണ്ടിയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ആ ഒരു പക്ഷേ എന്നിരുന്നാലും എന്താണ്, എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഇങ്ങനെ എക്സ്ക്ലൂഡഡ് ആയിട്ട് നിൽക്കുന്നതും ഈ പ്രൊഫഷണൽ കിച്ചൺസിലൊക്കെ അവരെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നതെന്നും ഓട്ടോമാറ്റിക്കലി നമ്മുടെയൊക്കെ മൈൻഡിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ജെൻഡർ ഡിസ്പാരിറ്റി ഫുഡ് ഇൻഡസ്ട്രിയിലും ഉണ്ട്. അതൊരു ഗ്ലെയറിംഗ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെന്നാണ് ആര് പറയുന്നത്? നിഖിലേഷ് ശർമ്മ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഒരു ഗ്ലെയറിംഗ് ഇഷ്യൂ ആയിട്ട് മാറുന്നു? അതായത് ഈ ജെൻഡർ ഡിവിഷൻ, മെയിലും ഫീമെയിലും തമ്മിലുള്ള ജെൻഡർ ഡിവിഷൻ, അത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് അല്ലേ? ഇപ്പം കുക്കിംഗ് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിലും കിച്ചൻ്റെ റോൾ ആരാണ് ഹെഡ് ചെയ്യുന്നത്? അമ്മയാണ്. ബ്രെഡ് വിന്നറിൻ്റെ റോൾ, അല്ലെങ്കിൽ സമ്പാദിച്ച് കൊണ്ടുവരുന്നതിൻ്റെ റോൾ, അല്ലെങ്കിൽ ഫാമിലി റൺ ചെയ്യുന്നതിൻ്റെ റോൾ ആർക്കാണ്? അച്ഛന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ജെൻഡർ ഡിവിഷൻ തന്നെയാണ് എന്തിനകത്ത് നമ്മൾ കാണുന്നത്? കിച്ചണിൽ, അല്ലെങ്കിൽ കിച്ചൺ വർക്ക് പ്ലേസ് കൾച്ചറിൽ നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. അപ്പം സ്ത്രീകളെ, വിമൺ ഷെഫുകളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അനദർ തിങ് എന്ന് പറയുന്നത്, കുക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ കൺഫൈൻഡ് ആസ് എ ഡ്യൂട്ടി ഓഫ് വിമൻ അല്ലേ? സ്ത്രീകളുടെ ജോലിയല്ല സ്ത്രീകളുടെ ജോലിയാണ് കുക്കിംഗ്, പുരുഷന്മാരുടെ ജോലിയല്ല എന്നുള്ള ഇതിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ആണുങ്ങൾക്ക് എന്താണ്, ഇങ്ങനെ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ഒരു ഷെഫായിട്ട് ജോലി കിട്ടിയാൽ ആണുങ്ങൾക്ക് അതിൽ നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഈവൻ പ്രൊഫഷണൽ കുക്കായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഷെഫായിട്ട് ജോലി കിട്ടിയാൽ പോലും അത്രയും സാലറി അവർക്ക് അവിടെയും കിട്ടുന്നില്ല. ആൻഡ് റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 80 to 90% ഓഫ് ഷെഫ് എന്ന് പറയുന്നത് ആണുങ്ങളാണ്. സ്ത്രീകൾക്ക് അവിടെ 10% ആയിട്ടുള്ള ഷെഫിൻ്റെ പൊസിഷൻസേ കിട്ടുന്നുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ അവരുടെ സാലറി എന്ന് പറയുന്നത് 22% ലെസ് ദാൻ ദെയർ മെയിൽ കൗണ്ടർ പാർട്സ് ആണ്. അതായത് ആണുങ്ങളുടെ ഷെഫിൽ, ആണുങ്ങൾ മെയിൽ ഷെഫുകളെക്കാട്ടിലും സ്ത്രീകൾക്ക് 22% കുറവാണ് സാലറി കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ആസ് എ റിസൾട്ട് എന്താണ്, മെയിൽ ഡോമിനേറ്റഡ് കിച്ചൺ കൾച്ചറാണ് നമുക്ക് കാണാൻ ഇതിനകത്ത് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കരിയർ പാത്താണ് അവർ ചൂസ് ചെയ്യുന്നത്. അതായത് അവർക്ക് അറിയാം ഷെഫായിട്ട് കിട്ടത്തില്ല, അത് ആണുങ്ങളുടെ മേഖലയാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെറുതെ അതിൻ്റെ പുറകെ പോകുക. സോ അങ്ങനെ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ഗേൾസ് ആണ് മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ കുക്കിംഗ് ക്ലാസ്സിൽ സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിലും ഇൻഡസ്ട്രി റോൾസിൽ, അതായത് പ്രൊഫഷണൽ ഷെഫിൻ്റെ റോൾ, എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ റോളൊക്കെ കിട്ടുന്നത് ആണുങ്ങൾക്കാണ്. അപ്പോൾ അത് ചേഞ്ച് ആവണം. സ്ത്രീകൾക്ക് ഒരുപാട് എംപവർമെൻറ്റ് ഈ ഒരു പ്രൊഫഷനിൽ കൊടുക്കണം. അത് കിച്ചണിലെ ഹോമിൽ മാത്രം അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി culinary വർക്കിൻ്റെ ഫെമിനൈസേഷൻ എന്ന് വെച്ചാൽ, അതായത് ഫെമിനൈസേഷൻ ഓഫ് culinary വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫുഡ് വർക്ക് സംതിങ് റിലേറ്റഡ് ടു ഫുഡ് എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ കുക്കിംഗ് എന്ന് പറയുമ്പം അവിടെ ഫെമിനൈൻ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ നമ്പർ ഓഫ് വിമൻ ഇസ് ഗ്രാജുവലി റൈസിങ് ഇൻ ദ കുക്കിംഗ് ഇൻഡസ്ട്രി. എന്നാലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പ് ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സപ്പോർട്ടീവ് എംപവർമെൻറ്റ് നമ്മൾ കൊടുക്കുക, പിന്നെ not only for the sake of future generation of women chefs but also for cooking and baking to move forward as an industry. അതായത് ഫുഡ് ഇൻഡസ്ട്രിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ നല്ല രീതിയിൽ നമ്മൾ എംപവർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത് അതായത് വിമൻ ഷെഫുകൾ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല, ഇന്ത്യ എന്നുള്ള കൺട്രിയിലെ ഫുഡ് ഇൻഡസ്ട്രി കുറച്ചും കൂടി ഡെവലപ്ഡ് ആവാനും വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇനി ബ്രിഡ്ജിങ് ദി ജെൻഡർ ഗ്യാപ്പ്, അതായത് ഈ ജെൻഡർ ഡിഫറൻസസ് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ എങ്ങനെയെങ്കിലും മെൻറ്റ് ചെയ്യുക, അത് ഒന്ന് സോൾവ് ആക്കുക.
അതായത് സ്ത്രീകൾ കിച്ചണിൽ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ആൻഡ് അവർ ഹോമിലുള്ള, അതായത് വീട്ടിലെ ജോലികൾ അവർ ചെയ്യണം എന്നുള്ളൊരു ഡ്യൂട്ടിയിലാണ്, അവർ ഡ്യൂട്ടി ബൗണ്ടായിട്ടാണ് അവരെ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രസന്റ് സെനാറിയോ വിൽ നോട്ട് ചേഞ്ച്. ആൻഡ് ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഫീൽഡിൽ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിറ്റി വരത്തില്ല. ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കുക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും എന്നാലും കുറച്ച് വെറൈറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ വേണം എന്നാണ് നിഖിലേഷ് ശർമ്മ പറയുന്നത്. ഓക്കെ, വെരി ഫ്യൂ ഫീമെയിൽ ഷെഫ്സ് മാത്രമേ ഉള്ളൂ, അവർക്ക് അവരുടേതായിട്ടുള്ള, അതായത് കുറച്ച് നമ്മുടെ രാജ്യത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീമെയിൽ ഷെഫുകൾ മാത്രമേ ഉള്ളൂ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ആ കരിയറിൽ ഷൈൻ ചെയ്യുന്നത്. ഹൈ എൻഡ് ഹോട്ടൽസിലാണെങ്കിലും റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും കുറച്ച് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അവർ അവരുടേതായിട്ടുള്ള രീതിയിലൊന്ന് ഷൈൻ ചെയ്യുന്ന ആ ഒരു കരിയറിൽ. ഓക്കെ, കാരണം എന്താണ്, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി വർക്ക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ മെൻ. അതുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ഉയർന്നു വരാൻ പറ്റുന്നില്ല. ഇനി ട്രാൻസിഷൻ ഫ്രം കുക്ക് ടു ഷെഫ്, അതാണ് അടുത്ത ടൈറ്റിൽ. അതായത് എങ്ങനെ സ്ത്രീകൾ കുക്കായിട്ട് തന്നെ മാറിയിരിക്കും, അതായത് ആ കിച്ചണിനകത്ത് തന്നെ കുക്കായിട്ട് ഇരുന്നാൽ മാത്രം മതി, അവർക്ക് ഷെഫ് ആവണ്ടേ, അതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ എപ്പോഴാണ്. ഇപ്പം സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രാൻസിഷണൽ ജേണി, അതായത് കുക്കിൽ നിന്ന് പ്രൊഫഷണൽ ഷെഫിലോട്ടുള്ള ആ ഒരു ജേണി സാധ്യമാവണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അവർക്ക് എംപവർമെൻറ്റ് കൊടുക്കുക, അവരുടെ സ്കിൽസും അവരുടെ പൊട്ടൻഷ്യലും ഒക്കെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോം അവർക്ക് ഒരുക്കി കൊടുക്കുക. എങ്ങനെയാണോ ആണുങ്ങൾക്ക് ഈ രാജ്യത്ത് ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് കിട്ടുന്നത്, അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും കൊടുക്കുക. ആൻഡ് ഗേൾസിനെ എൻകറേജ് ചെയ്യുക, അതായത് നല്ല രീതിയിലായിട്ടുള്ള ഇൻറ്റൻസീവ് ട്രെയിനിങ് എടുക്കുക. നല്ല സ്കൂൾ, അതായത് നല്ല കൾനറി സ്കൂൾസിലൊക്കെ പോയി പഠിച്ച് ഷെഫ് ആകാനുള്ളൊരു സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എൻകറേജ്മെൻറ്റ് കൊടുക്കുക. ആൻഡ് അവരുടെ ടാലൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്കണോമിക്കലി അവരെ സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബേക്കറി ഇൻഡസ്ട്രിയെ നമുക്ക് കുറച്ചും കൂടി കറക്റ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇറാഡിക്കേറ്റ് ജെൻഡേർഡ് ഫുഡ്, അതായത് സർവേ സജസ്റ്റ് ചെയ്യുന്നത് സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ് ഡിഷസ് ഉണ്ടാക്കാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അതായത് ചോക്ലേറ്റ്സ്, പേസ്ട്രീസ്, കേക്ക്സ്, ക്യാൻഡീസ് ഒക്കെ. ആണുങ്ങൾ എന്താണ്, കംഫർട്ട് ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത്, അതായത് നോൺ വെജിറ്റേറിയൻ മീൽസ്, പാസ്റ്റ, ബെവറേജസ്, അതൊക്കെ. അപ്പം സ്ത്രീകൾ എന്താണ് ഓഫൺ, ഈ വിമൻ എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ ഓഫൺ ലിങ്ക്ഡ് വിത്ത് ഫെമിനിറ്റി ആൻഡ് ഫുഡ്സ് ലൈക്ക് സാലഡ്സ് ആൻഡ് ഡെസേർട്സ്. ഓൺ ദി അതർ ഹാൻഡ് മെയിൽ എന്ന് പറയുന്നത് മസ്കുലിനിറ്റി ആണല്ലോ, അപ്പോൾ അവർ മീറ്റ്, ചിക്കൻ, ഇതൊക്കെ അവർക്കാണ് കൂടുതൽ കംഫർട്ടബിൾ എന്നാണ് ഒരു പറച്ചിലും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ഫുഡിന് പോലും ജെൻഡേർഡ്, അതായത് ഫുഡിനെ പോലും ജെൻഡേർഡ് ഫുഡ് എന്ന് പറയുന്നത്, അതായത് ജെൻഡർ കാറ്റഗറിയിൽ ഫുഡിനെ തന്നെ കൊണ്ടുവരുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണെന്നാണ്, അത് കൂടുതൽ ജെൻഡർ ഡിവിഷൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുമെന്നാണ് നിഖിലേഷ് ശർമ്മ പറയുന്നത്. ദെൻ അനദർ തിങ് എന്ന് പറയുന്നത് എന്താണ്, എൻഷുറിങ് ഗ്രേറ്റർ ഈക്വാളിറ്റി. കുക്കിംഗ് ആണെങ്കിലും കെയർ ഗിവിംഗ് ആണെങ്കിലും ചൈൽഡ് റെയറിംഗ് ആണെങ്കിലും കുട്ടികളെ പ്രസവിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം അൺപെയ്ഡ് ഡ്യൂട്ടീസാണ്. വീട്ടിൽ നമ്മൾ ചെയ്യുന്ന അമ്മമാർ ചെയ്യുന്നതെല്ലാം അൺപെയ്ഡ് അല്ലേ, അവർക്ക് പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. ഫോർ ഒബ്വിയസ് റീസൺസ്, ബിക്കോസ് എന്താണ്, അവരുടെ ഡെയിലി ജോബ് ആയതുകൊണ്ടും ഫാമിലി എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഡ്യൂട്ടിയാണ് ഇതെന്ന് എപ്പോഴും പറയുന്നത് കൊണ്ട് അവർക്ക് അതിന് സാലറി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് ഹൗസ് ഹോൾഡ് പ്രഷർ, അവരുടെ വീട്ടിലുള്ള പ്രഷർ, പിന്നെ അൺഫേവറബിൾ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ്, അവർക്ക് ജോലി ചെയ്യുന്നിടത്തുള്ള ആ ഒരു ചിലപ്പോൾ താമസിച്ച് ഓടിപ്പോവേണ്ടി വരും, കുഞ്ഞുങ്ങൾക്ക് വയ്യെങ്കിൽ അവർ വീണ്ടും പോവേണ്ടി വരും തിരിച്ച് വീട്ടിൽ അല്ലേ. അപ്പോൾ ആ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ലോങ് വർക്കിംഗ് അവേഴ്സ് വർക്ക് പ്ലേസിലുള്ളത്, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വിമൻ ഷെഫുകളാവാൻ വേണ്ടി ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരാൻ പറ്റുന്നില്ല. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യണം, ഈ ഒരു പെർഫോമൻസിലോട്ട് നമ്മൾ പുഷ് ചെയ്യണം, അവരുടെ എബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു കണ്ട്യൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വേണം അവരെ കൊണ്ടുചെന്നെത്തിക്കാൻ. അപ്പം വിമൻ ഫ്രണ്ട്ലി പോളിസീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് ഇപ്പോൾ വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിലും അവർക്ക് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിങ്സ് അവർക്ക് കൊടുക്കുക. ആൻഡ് ദേ ഷുഡ് നോട്ട് ബി ഫോഴ്സ്ഡ് ടു ഫിറ്റ് ഇൻ ടു ദി മെയിൽ ഡോമിനേറ്റഡ് കിച്ചൺ കൾച്ചർ. അവർക്ക് ഒരു കാര്യത്തിൽ നമ്മളെ അവർ സ്ത്രീകളെ എന്ത് ചെയ്യരുത്, ഫോഴ്സ് ചെയ്യരുത്. റാദർ എന്താണ്, അവർക്ക് പുതിയ ഒരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുക, അവരുടെ ചലഞ്ചസിൽ നിന്നും അവർക്ക് ഉയർന്നു വരാൻ സാധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അതായത് നമ്മൾ അങ്ങനെ വേണം സപ്പോർട്ട് ചെയ്യാനെന്നാണ് പറയുന്നത്. ആൻഡ് ഒരുപാട് വിമൻ ഷെഫ്സ് വരുന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രി എന്താണ് അങ്ങനെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലും എന്താണ് ഒരുപാട് വിമൻ ഷെഫുകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഓതർ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു കളിനറി ആർട്ട് സ്കൂളിൻ്റെ ഫൗണ്ടറും കൂടിയാണ്. ആരാണ്, നമ്മുടെ നിഖിലേഷ് ശർമ്മ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇതിനകത്ത് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്ന ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ആണുങ്ങൾക്ക് എങ്ങനെ കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നു എന്നുള്ളതും പെണ്ണുങ്ങൾക്ക് എങ്ങനെ കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നില്ല, അവരുടെ സാലറി കുറവാണെന്നുള്ളതും അവരുടെ വീട്ടിൽ അറ്റ്മോസ്ഫിയർ, ജോലി ചെയ്യുന്ന ആ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു എസ്സേക്കകത്ത് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, നിഖിലേഷ് ശർമ്മ എന്ത് ചെയ്യുന്നത്, പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അത് ഒന്ന് നോക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്ക് ക്വസ്റ്റിനകത്ത് ഇതിനെ ചോദിക്കാവുന്നേ ഉള്ളൂ. ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യൻ culinary ഇൻഡസ്ട്രി അതെങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹെഡിങ്സ് എല്ലാം നോക്കി വെച്ചേക്കണം. എങ്ങനെയാണ് ഈ culinary വർക്ക് അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫെമിനൈസ്ഡ് ആക്കി മാറ്റുന്നത്, പിന്നെ ജെൻഡർ ഗ്യാപ്പ് എങ്ങനെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം, കുക്ക് ടു ഷെഫായിട്ട് ആ ഒരു ചേഞ്ച് എങ്ങനെ സാധ്യമാകുന്നു, ജെൻഡേർഡ് ഫുഡിനെ എങ്ങനെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാം, അതായത് ആണുങ്ങളെല്ലാം മീറ്റ് പ്രോഡക്ട്സ്, പെണ്ണുങ്ങളെല്ലാം എപ്പോഴും സ്വീറ്റ് ഡിഷസ് ഉണ്ടാക്കണം ആ കാര്യം, പിന്നെ എങ്ങനെ നമുക്ക് ഈക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെയാണ് ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.